നമ്മുടെ ഇടയിൽ ഹജ്ജ് ചെയ്തവരുണ്ട്, ഹജ്ജ് ചെയ്യണം എന്ന് നിയ്യത്ത് വെച്ച് നിൽക്കുന്നവരുണ്ട്, ഈ വർഷം ഹജ്ജിന് പുറപ്പെടുന്നവരുണ്ട്, ഹജ്ജിന് പോകണം എന്ന അടങ്ങാത്ത ആഗ്രഹവുമായി. എങ്കിലും അള്ളാഹു ഇതുവരെ അവസരം തന്നിട്ടില്ലാത്ത, ആരോഗ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും അവസരം തന്നിട്ടില്ലാത്തവർ നമ്മുടെ ഇടയിലുണ്ട്. ആരോഗ്യവും സമ്പത്തും ഒഴിവു സമയവും എല്ലാം ലഭിച്ചിട്ടും മനസ്സുകൊണ്ടതിന് സന്നദ്ധത കാണിക്കാത്ത, അതിന് മുതിരാത്ത ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരുപാട് പ്രതിഫലങ്ങൾ പഠിപ്പിച്ചു തന്ന ആ പുണ്യ ഭവനത്തിൽ എത്തിച്ചേരാനും അള്ളാഹു സകല പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുന്ന ആ മഹത്തായ കർമ്മങ്ങൾ ഏറ്റവും മഖ്ബൂലായ രീതിയിൽ, മബ്റൂറായ രീതിയിൽ നിർവഹിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഹജ്ജുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ മാത്രമാണ് ഇന്ന് നിങ്ങളോട് ഉണർത്താനുള്ളത്. ഹജ്ജിന്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടല്ല, ഹജ്ജുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ, ചില ആലോചനകളാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു ഹജ്ജിന്റെ 27-ാമത്തെ ആയത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഹജ്ജിന്റെ വിളംബരവുമായി ബന്ധപ്പെട്ട ആ ഒരു സംഭവം വിവരിക്കുന്നത്. അല്ലാഹു പറയാണ്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൽപ്പിക്കാൻ, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് ഇബ്രാഹിം, അങ്ങ് ജനങ്ങളിൽ വിളംബരം ചെയ്യുക, ഹജ്ജ് കൊണ്ട് വിളംബരം ചെയ്യുക, ഹജ്ജിന് വേണ്ടി വിളിക്കുക. യഅ്തൂക റിജാല, നടന്നുകൊണ്ട് അവർ അങ്ങയിലേക്ക് വരുന്നതാണ്, അങ്ങയുടെ ആ മക്കയിലേക്ക് വരുന്നതാണ്. വഅലാ കുല്ലി ളാമിരി യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങൾക്ക് മുകളിലും സകല മലമ്പാതകളിലൂടെയും അങ്ങയുടെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ജനങ്ങൾ കൂട്ടം കൂട്ടമായി ഹജ്ജിന്റെ വേദിയിലേക്ക്, ഹജ്ജിന്റെ സ്ഥലത്തേക്ക്, അതിന്റെ കർമ്മത്തിന് വേണ്ടി വരുന്നതാണ്. സൂറത്തുൽ ഹജ്ജിന്റെ 27-ാമത്തെ ആയത്താണ്. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഹജ്ജിന്റെ വിളംബരം ചെയ്യുന്ന സമയത്ത് നമുക്കെല്ലാം അറിയാം, എല്ലാ ദുൽഖഅദും ദുൽഹജ്ജും ആകുമ്പോൾ നമ്മൾ ഈ സംഭവം കേൾക്കുന്നതാണ്. ഒന്നുമില്ലാത്ത സ്ഥലം, തരിശായ ഭൂമി, ജനപ്പാർപ്പില്ലാത്ത സ്ഥലം, വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രം താമസിച്ചു വരുന്ന സ്ഥലത്ത് നിന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹജ്ജിന് വേണ്ടി വിളംബരം ചെയ്യുന്നത്. പക്ഷേ ഇബ്രാഹിം നബിയോട് അല്ലാഹ് പറയുന്ന എന്താണ്? താങ്കൾ വിളിച്ചാൽ മതി, വിളിക്കേണ്ടത് മാത്രമേ താങ്കളുടെ ഉത്തരവാദിത്തമുള്ളൂ. ആളവിടെ എത്തിക്കാന്നുള്ളത് ആരുടെ പണിയാണ്? എന്റെ പണിയാണ്, ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അങ്ങ് വിളിക്കുക. വിളിച്ചാൽ എന്ത് ചെയ്യും? നടന്നു വരുന്നവരുണ്ടാവും, വാഹനപ്പുറത്ത് വരുന്നവരുണ്ടാവും, മലമ്പാതകളിലൂടെ, മരുഭൂമികളിലൂടെ, കൊടുങ്കാടിലൂടെ എല്ലാം ഈ പറയുന്ന ദിക്കുകൾ താണ്ടിക്കൊണ്ട്, കിലോമീറ്ററുകൾ താണ്ടിക്കൊണ്ട് ഈ പറയുന്ന പുണ്യഭവനത്തിൽ ഹജ്ജ് ചെയ്യാൻ വേണ്ടി ആളുകൾ വന്നെത്തുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വാഗ്ദാനമാണ്. പ്രിയപ്പെട്ടവർ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ ഒരു ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം ദഅവത്ത് എന്നത് അള്ളാഹുവിലേക്ക് വിളിക്കുക. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിലേക്കാണ് ജനങ്ങൾ വിളിച്ചത്. അള്ളാഹുവിലേക്ക് വിളിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്തം. ആളുകൾ ഇങ്ങോട്ട് മൂക്കയറിട്ട് പിടിച്ചു കൊണ്ടുവരാന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമല്ല, നമ്മുടെ ഉത്തരവാദിത്തമല്ല. നമുക്കൊട്ടതിന് കഴിയൂല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബൂ താലിബിന് ഹിദായത്ത് നൽകാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അള്ളാഹുവിന്റെ അടുത്തുള്ള സ്ഥാനം കൊണ്ട് ഒരാൾക്ക് മറ്റൊരാൾക്ക് ഹിദായത്ത് നൽകാൻ കഴിയണമെങ്കിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വന്തം ബാപ്പാനെ നന്നാക്കാൻ പറ്റണ്ടേ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വന്തം മോനെ നന്നാക്കാൻ പറ്റണ്ടേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബൂ താലിബിന് എളാപ്പാനെ നന്നാക്കാൻ പറ്റണ്ടേ? ഇത് നമ്മുടെ ഉത്തരവാദിത്തമല്ല. നമ്മൾ വിളിക്കുക, ആളുകൾക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കുക, കൃത്യമായ മെസ്സേജ് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നാം നിർവഹിക്കേണ്ടതുണ്ട്. തബ്ലീഗ് എന്ന ഉത്തരവാദിത്തം, ഈ ദീൻ എത്തിച്ചു കൊടുക്കുക. ബല്ലിഗു അന്നി വലൗ ആയ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തതും അവസാനത്തതുമായ ഹജ്ജിന്റെ വേളയിൽ, ആ ഹജ്ജത്തുൽ വിദാഇന്റെ അറഫ പ്രസംഗത്തിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയമാണ് ഇത്. ബല്ലിഗു അന്നി വലൗ ആയ. എന്നിൽ നിന്ന് ഒരു ആയത്താണെങ്കിലും അത് നിങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു വസിയത്ത്, പ്രിയപ്പെട്ടവരെ, നമ്മളത് ഏറ്റെടുക്കേണ്ടതുണ്ട്. ഹജ്ജിന്റെ വിളിയുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഗുണപാഠം അതാണ്.
ഒരാൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഖുറാഫാത്തിലുള്ളവരാവട്ടെ അല്ലെങ്കിൽ അന്യമതത്തിൽപ്പെട്ടവരാകട്ടെ, ഈ സന്ദേശം എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. നമുക്കത് നിർവഹിക്കാൻ വളരെ മടിയാണ്. നമ്മൾ ട്രെയിനിലൊക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഒരാളെ പരിചയപ്പെട്ടു എന്ന് വിചാരിക്കാം, സ്വാഭാവികമായും ഇസ്ലാമിനെ കുറിച്ച് കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള ഒരുപാട് തെറ്റിദ്ധാരണ കൊണ്ട് നടക്കുന്ന മനുഷ്യനാണ്. നമ്മളിങ്ങനെ ഒരുപാട് പൊതുകാര്യങ്ങളൊക്കെ പറയും, രാഷ്ട്രീയം പറയും, ലോകങ്ങളെ കുറിച്ച് പറയും, ലോകവിവരങ്ങളെ കുറിച്ച് പറയും, എല്ലാം പറയും. പക്ഷേ ഈ ദീനിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് എന്തോ ഒരു അപകർഷതയാണ്. നമ്മളെന്താ ചിന്തിക്കുക, ഞാനിപ്പോ ഇവനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താ പേർക്ക് എന്നെ തീവ്രവാദിയായിട്ട് കാണൂലേ, എന്നെ ഭീകരവാദിയായിട്ട് കാണൂലേ, ആ നിമിഷം എന്നെ കുറിച്ചുള്ള എല്ലാ മതിപ്പും തകർന്ന് തരിപ്പണാവൂലേ. ഇതാണ് മുസ്ലിം ഉമ്മത്തെ ലോകത്താകമാനം ബാധിച്ചിട്ടുള്ള ഒരു ജ്വരം, ഒരു രോഗം. ഇതാണ് നമുക്ക് നമ്മുടെ സന്ദേശം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം അവരെ ഇംപ്രസ് ചെയ്യുക എന്നതിന്റെ എത്രയോ അപ്പുറത്താണ് പടച്ചോനെ ഇംപ്രസ് ചെയ്യുക എന്നുള്ളത്. അള്ളാഹുവിന്റെ ഇഷ്ടമാണ്, അള്ളാഹുവിന്റെ സ്നേഹമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ ഏറ്റവും വലുത്. അതുകൊണ്ട് ഒരു മുസ്ലിമിന്റെ ഉത്തരവാദിത്തം എന്താണ്? അള്ളാഹു പറഞ്ഞു, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൻ ഹസന. നിന്നെ കൊണ്ടാവുന്ന തരത്തിലുള്ള യുക്തിഭദ്രതയോടുകൂടി സതുപദേശത്തോടുകൂടി എന്റെ മാർഗത്തിലേക്ക് നീ ജനങ്ങളെ ക്ഷണിച്ചുകൊള്ളുക എന്ന് റബ്ബ് പറഞ്ഞാൽ ആ ക്ഷണത്തിന്റെ വിഷയത്തിൽ പിശുക്ക് കാണിക്കാൻ മുസ്ലിങ്ങൾക്ക് ഒരു തരത്തിലും പാടുള്ളതല്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അള്ളാഹുലേക്ക് വിളിക്കാൻ നാം മടി കാണിക്കരുത്. വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച ഒരു സംഭവം ഓർത്തു പോകാൻ ഒരുപാട് വർഷമായി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ മിമ്പറിൽ വെച്ച് തന്നെ ആ സംഭവം പറഞ്ഞിട്ടുണ്ട്. ഒരു വളരെ തണുപ്പുള്ള ഒരു നാട്ടിൽ എല്ലാ വെള്ളിയാഴ്ചവും ദഅവത്തിന് ഇറങ്ങുന്ന ഒരു ഉപ്പയും മോനുണ്ടായിരുന്നു. ഉപ്പ ഖത്തീബാണ്, ചെറിയ മോനും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വെള്ളിയാഴ്ച അവർ ബാപ്പ ഇറങ്ങാൻ മടിച്ചു. തണുപ്പ് കൂടിയതിനാൽ പുറത്തേക്ക് തട്ടുച്ചക്കും നല്ല മരം കോച്ചുന്ന തണുപ്പാണ്, ദഅവത്തിന് ഇറങ്ങാൻ മടിച്ചു. മകൻ പറഞ്ഞു, ഉപ്പ ഏതായാലും നമ്മുടെ ഇന്നത്തെ ഇറക്കം കൊണ്ട് ഒരാൾക്കെങ്കിലും ഹിദായത്ത് കിട്ടിയ അത്രയായില്ലേ, അതുകൊണ്ട് ഞാൻ പോയിക്കളാമെന്ന് പറഞ്ഞ് ആ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ഏതാനും കുഞ്ഞു ബുക്കുകളുമായി 11 വയസ്സ് മാത്രമുള്ള ആ കുട്ടി ഇറങ്ങിപ്പോയതാണ്. അങ്ങനെ വീടാന്തരം കയറി ഇറങ്ങി ഒരു വീട്ടിലേക്ക് പോയപ്പോൾ ഈ കുട്ടി ഒരുപാട് തവണ വാതിൽ മുട്ടി തുറക്കുന്നില്ല. അവസാനം തിരിച്ചു പോകാൻ നേരത്ത് ആ കുട്ടിയുടെ മനസ്സ് വീണ്ടും പറഞ്ഞു, പടച്ചോനെ എങ്ങാനും തുറന്നാലോ, ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം എന്ന് വിചാരിച്ച് ഒന്നുകൂടി തിരിഞ്ഞു നിന്ന് ആ വാതിൽ മുട്ടിയപ്പോ വാതിൽ തുറക്കുന്നത് പടുകിഴവിയായ, ശരിക്കും സംസാരിക്കാൻ കഴിയാത്ത, കണ്ണ് കാണാൻ കഴിയാത്ത, അങ്ങേയറ്റം വാർദ്ധക്യത്താൽ അങ്ങേയറ്റം അവശത ബാധിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് വാതിൽ തുറക്കുന്നത്. ആ സ്ത്രീയുടെ കയ്യിലേക്ക് ഈ കുട്ടി കൊടുത്തു, ഉമ്മ നിങ്ങളിതൊന്ന് വായിച്ചു നോക്ക്, നിങ്ങളിതൊന്ന് ഒന്ന് കണ്ണോടിച്ചു നോക്ക്, ഒരുപക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം എന്ന് പറഞ്ഞ് ഈ ബുക്ക്ലെറ്റും കയ്യിൽ കൊടുത്ത് ആ കുട്ടി വീട്ടിലേക്ക് തിരിച്ചുപോയി. പ്രിയപ്പെട്ടവരെ, ആ കുട്ടിയുടെ മനസ്സിൽ അത് പറ്റ വിട്ടുപോയി, അവനത് മറന്നുപോയി. പക്ഷേ 2 ആഴ്ചകൾക്ക് ശേഷം പിറ്റേത്തെ വെള്ളിയാഴ്ച ദിവസം ഖത്തീബ് ഖുതുബ കഴിഞ്ഞിട്ട് ആളുകൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം അവിടെ കൊടുത്തപ്പോൾ, വളരെ കുറച്ച് മുസ്ലിങ്ങൾ മാത്രമുള്ള നാടാണ്, ആ ഒരു അവസരം മാത്രം അവർക്ക് അവരുടെ ദീനിയായ വിഷയങ്ങൾ ചോദിക്കാനും പറയാനൊക്കെ ഉള്ളൂ. അങ്ങനെ അവസരം കൊടുത്ത സമയത്ത് പുരുഷന്മാരുടെ പുറകിൽ നിന്ന് നമസ്കരിക്കുന്ന സ്ത്രീകൾ നമസ്കരിക്കുന്ന പതിവാണ് ആ പള്ളിയിൽ. സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് ഒരു വൃദ്ധയായ സ്ത്രീ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് എന്റെ സ്വന്തത്തെ ഒന്ന് പരിചയപ്പെടുത്തണമെന്നുണ്ട്, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് അവർ സംസാരിക്കാൻ തുടങ്ങാണ്. അവർ പറയാണ്, 2 ആഴ്ച മുന്നെയാണ് എന്റെ ഭർത്താവ് മരിച്ചത്, ഞങ്ങൾക്ക് മക്കളില്ല, കുടുംബക്കാരാരുമില്ല, എല്ലാവരും ഞങ്ങളെ കൈയൊഴിഞ്ഞിരുന്നു, എന്റെ ഭർത്താവിന് ഞാൻ എന്റെ ഭർത്താവിനും എന്ന നിലക്കായിരുന്നു ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ 2 ആഴ്ച മുമ്പ് എന്റെ ഭർത്താവ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോ എന്റെ മനസ്സെന്നോട് ചോദിച്ചുകൊണ്ടിരുന്നു, പിന്നെ നീ എന്തിനു നീ ഇവിടെ ജീവിക്കണം, നീ ആർക്കു വേണ്ടിയാണ് ഇവിടെ ജീവിക്കുന്നതെന്ന് എന്റെ മനസ്സിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. അവസാനം എന്റെ ഭർത്താവ് പോയ വഴിയെ പോകാൻ ഞാൻ തീരുമാനിച്ചു, ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ആത്മഹത്യക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു. കൃത്യം എന്റെ ഭർത്താവ് മരിച്ച് ഒരാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം മരണത്തിന് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തു. അങ്ങനെ മരണത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത് അതിനുവേണ്ടി ഞാൻ ഒരുങ്ങി നിൽക്കുന്ന സമയത്താണ് എന്റെ വാതിലിൽ ആരോ വന്ന് മുട്ടുന്നത്. ആ മുട്ടുന്ന ആഗതൻ തിരിച്ചു പോകട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. മുട്ടിന്റെ ശക്തി കൂടിക്കൊണ്ടേയിരുന്നു. അവസാനം അത് നിലച്ചപ്പോ ഞാൻ വീണ്ടും എന്റെ ആ ഉദ്യമത്തിലേക്ക് വീണ്ടും തുടരാൻ ആരംഭിച്ചു. ആ സമയം ആ മുട്ട് വീണ്ടും തുടങ്ങുകയാണ്, വീണ്ടും ആരംഭിക്കുകയാണ്. ഗത്യന്തരമില്ലാതെ ആരാണ് ഈ വന്നത് എന്ന് നോക്കുന്നതിന് വേണ്ടി ഞാൻ ആ വാതിൽ തുറന്നു നോക്കിയപ്പോ ഒരു ചെറിയ കുട്ടിയാണ്, 10-11 വയസ്സ് മാത്രമുള്ള ഒരു ചെറിയ കുട്ടിയാണ്. അവൻ എന്റെ കയ്യിലേക്ക് ഒരു ചെറിയ ബുക്ക്ലെറ്റ് തന്നു. ആ ബുക്ക്ലെറ്റ് ഞാൻ ഒന്ന് കണ്ണോടിച്ചപ്പോ അത് മുഴുവൻ വായിക്കണമെന്ന് എന്റെ മനസ്സ് വല്ലാതെ പറഞ്ഞു. ഞാൻ അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ആർത്തിയോടുകൂടി, ശ്രദ്ധയോടുകൂടി, ഉന്മേഷത്തോടുകൂടി, ആവേശത്തോടുകൂടി കൃത്യമായി വായിച്ചു. ആ പുസ്തകം വായിച്ച് അതിന്റെ ഒടുവിലെത്തിയപ്പോ ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന
ചോദ്യത്തിന് ഒരർത്ഥവുമില്ല. എന്നെ സ്നേഹിക്കുന്ന, എന്നെ വേണ്ട, എന്നെ ചേർത്ത് പിടിക്കാൻ തയ്യാറായ എന്റെ റബ്ബ്, എന്റെ രക്ഷിതാവ്, എന്റെ നാഥൻ, എന്നെ സൃഷ്ടിച്ചവൻ, എനിക്ക് കണ്ണും കാതും കയ്യും കാലും കൽവും കരളും നൽകിയ എന്റെ റബ്ബ് എന്നോട് സ്നേഹമുള്ളവനായി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഇത്രയും കാലം എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ ഈ പുസ്തകത്തിൽ പരിചയപ്പെട്ട എന്റെ നാഥന് വേണ്ടി, എന്റെ രക്ഷിതാവിന് വേണ്ടി ജീവിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. ആ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ പരിശുദ്ധ ഇസ്ലാം സ്വീകരിക്കാൻ ഞാൻ തയ്യാറായി. ഇനി എത്ര കാലം ഈ വൃദ്ധയുടെ ജീവിതത്തിൽ കൊല്ലങ്ങൾ ബാക്കിയുണ്ടെന്നറിയില്ല. പക്ഷെ അത്ര കാലമെങ്കിലും എനിക്കെല്ലാം നൽകിയ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് വേണ്ടി ജീവിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. 11 വയസ്സുകാരനായ ഒരു കുട്ടി കാണിച്ചൊരു ജാഗ്രതയിലൂടെ, ഒരു ചെറിയ ബുക്ക്ലെറ്റിലൂടെ മരണത്തിലേക്ക് കടക്കുമായിരുന്ന ഒരു വൃദ്ധയുടെ, ഒരു സ്ത്രീയുടെ ജീവിതം രക്ഷപ്പെട്ടുവെങ്കിൽ നമ്മൾ നൽകുന്ന ബുക്ക്ലെറ്റുകളാകട്ടെ, നമ്മൾ നൽകുന്ന ക്ഷണങ്ങളാകട്ടെ, നമ്മൾ നടത്തുന്ന പരിപാടികളാകട്ടെ, നീയത്തിൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ, നീയത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അതിന്റെ ഫലം കാണിക്കേണ്ടവൻ പടച്ച റബ്ബാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലം കാണിക്കുകയും ചെയ്യും. ഈ ഹജ്ജിന്റെ വേളയിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചെന്നായ്ക്കളുടെ ഓരിയടുകൾ, പാറമടകൾ തട്ടി പ്രതിധ്വനിക്കുന്ന മക്കയുടെ ആ വരണ്ട ഭൂമിയിൽ വെച്ച് നടത്തിയ വിളിയാളമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്ന് നിർഗളിച്ച ആത്മാർത്ഥതയുടെ ഉന്നതമായ പ്രവാഹമാണ് യഥാർത്ഥത്തിൽ 10,000-ങ്ങളും ലക്ഷങ്ങളും കറുത്തവരും വെളുത്തവരും സകല ഭാഷയിലുള്ളവരും സകല രാഷ്ട്രത്തിലുള്ളവരും ഫ്ലൈറ്റിലും മറ്റും കയറി മരുഭൂമിയും മാമലകളും സാഗരങ്ങളും താണ്ടി പ്രിയപ്പെട്ടവരെ മക്കയുടെ ഭൂമിയിലേക്ക്, മിനയിലേക്ക്, അറഫയിലേക്ക്, മുസ്ദലിഫയിലേക്ക്, കഅബാലയത്തിലേക്ക്, മദീനത്തേക്കെല്ലാം ഇന്നാളുകൾ സഞ്ചരിച്ചെത്തുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന കൃത്യമായി പാലിക്കുകയും ആ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആത്മാർത്ഥമായി വിളിക്കുകയും ചെയ്തു എന്നത് മാത്രമാണ്. ഹജ്ജിന്റെ വിളിയും അതിന്റെ ഉത്തരവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ ഗുണപാഠം എന്ന് പറയുന്നത് അള്ളാഹു പറഞ്ഞത് നമ്മൾ ചെയ്യുക, അള്ളാഹുവിലേക്ക്, അവന്റെ മതത്തിലേക്ക്, അവന്റെ വഹ്ദാനിയത്തിലേക്ക്, അവന്റെ തൗഹീദിലേക്ക്, അവന്റെ റസൂലിന്റെ സുന്നത്തിലേക്ക് ക്ഷണിക്കുക എന്ന ഉത്തരവാദിത്തമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്. ആ ഉത്തരവാദിത്തം നാം കൃത്യമായി നിർവഹിച്ചാൽ റിസൾട്ട് പടച്ച റബ്ബിന്റെ കയ്യിലാണ്, റിസൾട്ട് അള്ളാഹുവിന്റെ കയ്യിലാണ്. ഒന്നാമതായി ഹജ്ജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമതായി പ്രിയപ്പെട്ടവരെ, കഅബയുമായി ബന്ധപ്പെട്ട വിഷയവുമാണ് ഹജ്ജുമായി ബന്ധപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്. സൂറത്ത് ആല ഇംറാന്റെ 95, 96, 97 ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്ന അവ്വല ബൈതിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൻ ലിൽആലമീൻ. നിശ്ചയം ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ഭവനമെന്ന് പറയുന്നത് മക്കയാണ്. ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണത്. ഹുദൻ ലിൽആലമീൻ, ലോകങ്ങൾക്ക് നേർമാർഗമായി കൊണ്ട്, മാർഗദർശനമായി കൊണ്ട്. ഫീഹി ആയാതുൻ ബയ്യിനാതുൻ മഖാം ഇബ്രാഹിം. 2 കാര്യങ്ങളാണ് ആ കഅബയിലുള്ളത്, ആ ബൈത്തുൽ അതീഖിലുള്ളത്. 2 കാര്യങ്ങളാണ്. എന്തൊക്കെയാണത്? ഒന്നാമത്തേത് ആയാതും ബയ്യിനാത്ത്, വ്യക്തമായ ദൃഷ്ടാന്തമാണ്. ഒരുപാട് അത്ഭുതങ്ങൾ കഅബാലയത്തെ ചുറ്റിപ്പറ്റിയുണ്ട്, ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്, ആയത്തുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, കാലാന്തരത്തിൽ ശാസ്ത്രം തന്നെ പല അത്ഭുതങ്ങളും കഅബാലയത്തിന്റെ പരിസരവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു പറയുകയാണ്, മഖാമു ഇബ്രാഹിം, ആ കഅബാലയത്തെ പരിശുദ്ധമാക്കുന്ന മറ്റൊന്നാണ്. ആ കഅബാലയത്തിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പുണ്യപാദസ്പർശമേറ്റ സ്ഥലവും അവിടെയാണ്. വമൻ ദഖലഹു കാന ആമിന, ആരാണോ ആ കഅബാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് അവൻ നിർഭയനായിരിക്കുന്നു, അവന് ഭയപ്പാടുകളൊന്നുമില്ല. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈതി മൻ ഇസ്തതാഅ ഇലൈഹി സബീലാ. അതുകൊണ്ട് ആർക്കാണോ കഴിയുന്നത്, ആരോഗ്യം കൊണ്ട്, സമ്പത്ത് കൊണ്ട് ആർക്കാണോ സാധിക്കുന്നത്, ജനങ്ങളിൽ അത് സാധിക്കുന്നവർക്ക് അല്ലാഹുവിന്റെ മേലുള്ള ബാധ്യതയാണ് ഹജ്ജ് ചെയ്യുക എന്നത്. ആ ഭവനത്തിങ്കിൽ വന്ന ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നത് അവരുടെ ബാധ്യതയാണ്. വമൻ കഫറ, ആര് അവിശ്വസിച്ചുവോ, ഫഇന്നല്ലാഹ ഗനിയ്യുൻ അനിൽ ആലമീൻ, അല്ലാഹുവിന് നിങ്ങൾ ഒന്നും തന്നെ ആവശ്യമില്ല.
അള്ളാഹു ധനാഢ്യനാണ്, അള്ളാഹു ധന്യനാണ്. അതുകൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്തിട്ട് വേണ്ട പടച്ചോന്റെ മുലൂക്ക് നിലനിർത്താൻ, അള്ളാഹുവിന്റെ മുൽക്ക് നിലനിർത്താൻ നിങ്ങൾ ഹജ്ജ് ചെയ്തിട്ട് വേണ്ട. ഈ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹ് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് കഴിവുണ്ടോ നിങ്ങൾ വന്ന് ഹജ്ജ് ചെയ്യുക, അതെന്നെ ആ രാജാധികാരം നിലനിർത്താനൊന്നുമല്ല, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഹജ്ജ് ചെയ്യുക, അള്ളാഹുവിനോട് നിങ്ങളുടെ ബാധ്യതയാണത് എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഹജ്ജിന്റെ മാസമായി അള്ളാഹു പറയുന്നു അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്. ഹജ്ജ് അറിയപ്പെട്ട ചില മാസങ്ങളിലാണ്. ഏതൊക്കെയാണ് ആ മാസങ്ങൾ? ദുൽഖഅദ, ദുൽഹജ്ജ്, ശവ്വാൽ. ഈ 3 മാസങ്ങളാണ് ഹജ്ജിന്റെ മാസങ്ങളായി അറിയപ്പെടുന്നത്. അതെന്തിനാണ്? ഹജ്ജിന്റെ കർമ്മങ്ങളുള്ളത് ദുൽഹജ്ജിലാണ്. എന്നാൽ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്ന സമയവും ഹജ്ജിന്റെ യാത്രയുമെല്ലാം ബന്ധപ്പെട്ട് ഈ 3 മാസങ്ങളാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഹജ്ജിന്റെ വിഷയം സംസാരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താണ്? വതസവ്വദു, നിങ്ങൾ ഹജ്ജിന് വേണ്ടി പുറപ്പെടുമ്പോൾ പാതയം കരുതുക, യാത്രാഭക്ഷണം കരുതുക. എന്നിട്ട് അല്ലാഹു പറയുന്നു ഫഇന്ന ഖൈറസ്സാദി തഖ്വാ, ഏറ്റവും നല്ല പാതയം എന്താണ്? ഏറ്റവും നല്ല യാത്രാ വിഭവം എന്താണ്? ഹജ്ജിന്റെ വേളയിൽ അത്തഖ്വാ, തഖ്വയാണ്. എന്നിട്ട് ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത് വല്ലാത്തൊരു ശൈലിയിലാണ്. വത്തഖൂനി യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ നിങ്ങൾ എന്നെ സൂക്ഷിക്കുക. ബുദ്ധിയില്ലാത്തവർ സൂക്ഷിക്കൂല. ബുദ്ധിയില്ലാത്തവർ റബ്ബിനെ സൂക്ഷിക്കില്ല. ചിന്തയില്ലാത്തവർ റബ്ബിനെ സൂക്ഷിക്കില്ല. പടച്ചം കൊടുത്ത തലച്ചോറും മൂളയും ഉപയോഗിക്കാത്തവർ അല്ലാഹുവിനെ സൂക്ഷിക്കില്ല. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് വത്തഖൂനി യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവരെ, ചിന്താശേഷിയുള്ളവരെ നിങ്ങൾ എന്നെ സൂക്ഷിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതുകൊണ്ട് ഈ കൂട്ടത്തിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ ഹജ്ജിന് പോകാൻ ഒരുങ്ങുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരുക്കി വെക്കേണ്ട പാഥേയം എന്താണ്? നിങ്ങൾ ഒരുക്കി വെക്കേണ്ട പാഥേയം അത് കൃത്യമായ തഖ്വയാണ്. എന്താണ് തഖ്വ? സ്വർഗത്തിലേക്ക് പോകുന്ന മുത്തഖികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അടയാളമായി പറഞ്ഞത് എന്താണ്? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാഇ വൽകാദിമീനൽ ഗൈദ വൽആഫീന അനിന്നാസ്. 3 കാര്യങ്ങളാണ്. 3 കാര്യങ്ങളാണ് തഖ്വയായി ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത്. എന്തൊക്കെയാണ്? ഒന്നാമത്തേത് പിശുക്കില്ലാതിരിക്കുക, സമ്പത്തിൽ നിന്ന് കൊടുക്കാൻ തയ്യാറാവുക. ഒരാൾ എന്തെങ്കിലും ആവശ്യപ്പെട്ടാലും അല്ലെങ്കിൽ ഒരാളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞാലും അത് കൊടുക്കുമ്പോൾ മനസ്സിനൊരു ചൊറിച്ചിലില്ലാതിരിക്കുക. ചില ആളുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആളുകൾ ഭിക്ഷക്കാർ ഭിക്ഷ ചോദിക്കുമ്പോൾ മൊത്തം സ്ക്രൂട്ടനൈസ് ചെയ്യും. ഇവന് ആരോഗ്യമുണ്ടല്ലോ, ഇവന് പണിയെടുക്കാൻ പറ്റുമല്ലോ, ഇവന് പൈസ വാങ്ങിച്ചിട്ട് കോടികൾ സമ്പാദിക്കുന്നുണ്ടല്ലോ, നിന്നോട് കൊടുക്കാനാണ് പറഞ്ഞത്. ചോദിക്കുന്നവരെ സ്ക്രൂട്ടനൈസ് ചെയ്യുക എന്നത് നിന്റെ ബാധ്യതയില്ല. കൊടുക്കാൻ പറ്റെങ്കിൽ കൊടുക്കുക, അല്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞ് പിരിഞ്ഞു പോവാ. അല്ലാതെ ചോദിക്കാൻ വരുന്ന, യാചിക്കാൻ വരുന്ന ആളുകളെ മൊത്തം ഇങ്ങനെ സ്കാൻ ചെയ്ത് അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് തീർച്ചപ്പെടുത്തേണ്ട ബാധ്യതയൊന്നുമില്ല. ചില ആളുകൾക്ക് കൊടുക്കാൻ എന്തൊരു മടിയാണ്. ഈ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ തന്നെ, എന്തെങ്കിലുമൊക്കെ സ്വതക്ക ചെയ്താൽ തന്നെ പിന്നെ ആ ആളുകൾ ഇവനെ കാണുമ്പോൾ ബഹുമാനിക്കണം, ഇവനെ കാണുമ്പോൾ ആദരിക്കണം, ഓച്ചാനിച്ച് നിൽക്കണം, മടക്കുത്തയക്കണം, തൊപ്പിച്ച് തലയിൽ വെക്കണം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഇത്തരത്തിലുള്ള യാതൊരു ചിന്തയുമില്ലാതെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി, പ്രീതിക്ക് വേണ്ടി മാത്രം കൊടുക്കാൻ കഴിയുന്നവർ, പകുത്തു കൊടുക്കാൻ കഴിയുന്നവർ, ജീവിതത്തിൽ പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടാവുമ്പോൾ പകുത്ത് തന്നിൽ നിന്ന് കൊടുക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മുത്തഖികളിൽപ്പെട്ടവരെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചിരുന്നു. മുഹാജിറുകൾ ഒന്നുമില്ലാതെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോ അവർ കൊടുത്തത് എന്താണ് പ്രിയപ്പെട്ടത്? സ്വത്തിന്റെ നേരെ പാതി സ്വന്തം അനിയനും ഏട്ടനും കൊടുക്കാൻ പറ്റുന്നില്ല, സ്വന്തം കൂടപ്പറപ്പുകൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഇവിടെ. എന്നാൽ ഇന്ന് വരെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത, പരിചയമില്ലാത്ത എവിടുന്നോ വന്ന മനുഷ്യർക്ക് സ്വത്തിന്റെ നേരപ്പാതി, കച്ചവടത്തിന്റെ നേരപ്പാതി, വീടിന്റെ നേരപ്പാതി, അവിടെയും കഴിഞ്ഞോ? 2 ഭാര്യമാരുണ്ടെങ്കിൽ ഒരു ഭാര്യ അങ്ങോട്ട് തലാക്കില്ലിട്ട് അങ്ങോട്ട് വിവാഹം ചെയ്തു കൊടുക്കാൻ മാത്രം ഹൃദയവിശാലതയുള്ളവരായിരുന്നു അൻസാരികൾ. അതാണ് യഥാർത്ഥത്തിൽ തഖ്വയുമായി ബന്ധപ്പെട്ട ദാനധർമ്മത്തിന്റെ സന്നദ്ധത എന്ന് പറയുന്നത്. ഒന്നാമത്തെ ശുഹ്ണ്ടാവില്ല. ആരാണ് ഹൃദയത്തിന്റെ പിശുക്കിൽ നിന്ന്? ഹൃദയത്തിനൊരു പിശുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. ചിരിക്കാനുള്ള പിശുക്ക്, ഒന്ന് നല്ല രീതിയിൽ കൈ കൊടുക്കാനുള്ള പിശുക്ക്, സലാം പറയാനുള്ള പിശുക്ക്, സംസാരിക്കാനുള്ള പിശുക്ക്, ഇതെല്ലാം ഹൃദയത്തിന്റെ പിശുക്കാണ്. ആരാണ് ഹൃദയത്തിന്റെ പിശുക്കിൽ നിന്ന് മോചനം നൽകപ്പെടുന്നത്? അവരാണ് വിജയികൾ, അവരാണ് വിജയം നേടിയവരെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു. അതുകൊണ്ട് ഹൃദയത്തിന്റെ പിശുക്കാകട്ടെ, സമ്പത്തിന്റെ പിശുക്കാകട്ടെ, തഖ്വയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയില്ല. ഹജ്ജിന് വേണ്ടി ഒരുങ്ങുന്നവരെ നിങ്ങൾ ഒരുക്കി വെക്കേണ്ടത് ഈ തരത്തിലുള്ള പിശുക്കില്ലായ്മയാണ്, ഹൃദയ വിശാലതയാണ്. രണ്ടാമത്തേത് എന്താണ്? വൽ കാദിമീനൽ ഗൈർ,
അവർ കോപത്തെ നിയന്ത്രിക്കുന്നവരാണ്. മനുഷ്യനല്ലാതാവുന്ന സന്ദർഭങ്ങളാണ് അവന് കോപം വരിക എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യും, എന്തും പറയും, എന്ത് തീരുമാനവും എടുക്കും. അവസാനം കുറച്ച് 1-2 മണിക്കൂർ കഴിഞ്ഞാൽ ഖേദിക്കും, പടച്ചോനെ പറയേണ്ടിയിരുന്നില്ല, ചെയ്യേണ്ടിയിരുന്നില്ല, തെറ്റായിപ്പോയല്ലോ. ആ കോപത്തിന്റെ സമയത്ത് ആ കോപം തിളക്കുന്നതിനേക്കാൾ അവന്റെ മനസ്സിന് സ്ഥാനം അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്. ഒരു മനുഷ്യനെ അപ്പോഴാണ് സ്വന്തം നിയന്ത്രിക്കാൻ പറ്റുക. കോപം തിളച്ചു മറിയുമ്പോ ആ കോപത്തെ നിയന്ത്രിക്കാൻ കഴിയണമെങ്കിൽ ആ വൈകാരികതക്കപ്പുറത്ത് അള്ളാഹുവിനോടുള്ള സ്നേഹം അവന്റെ മനസ്സിലുണ്ടാവേണ്ടതുണ്ട്. എങ്കിൽ ആ കോപം അവനെ നിയന്ത്രിക്കില്ല, അവൻ ആ കോപത്തെ നിയന്ത്രിക്കും. ക്ഷമ അവലംബിക്കുന്നവരാണ്. മൂന്നാമത്തത് ജനങ്ങൾക്ക് വിട്ടുവീഴ്ച നൽകുന്നവരാണ്, ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവരാണ്. ഏത് വിഷയത്തിലാകട്ടെ, ഏതൊക്കെ രീതിയിലാകട്ടെ, തങ്ങളോട് എത്ര തെറ്റ് ചെയ്തവരാണെങ്കിലും, എത്ര കുറ്റം ചെയ്തവരാണെങ്കിലും, എത്ര അപരാധം ചെയ്തവരാണെങ്കിലും അവരോട് മാപ്പ് നൽകാൻ അവർ തയ്യാറാണ്, വിട്ടുവീഴ്ച നൽകാൻ അവർ തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, ഹജ്ജിന് പോകുന്നവരൊക്കെ സാധാരണ ഒരു മാപ്പാചാരം നടത്താറുണ്ട്. ഓരോ വീടുകളിൽ വർഷങ്ങളായി തെറ്റി നിൽക്കുന്ന കുടുംബ വീട്ടിലും സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ പോയിട്ട് മാപ്പാചാരം നടത്താറുണ്ട്. ഈ ആചാരം പഠിച്ചവർ വേണ്ട. അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ചുണ്ടുകളിലേക്കല്ല, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്, നിങ്ങളുടെ മനസ്സുകളിലേക്കാണ്. നിങ്ങൾ വർഷങ്ങളായി തെറ്റിയും വൈരാഗ്യം വെച്ച് നിൽക്കുന്ന ഒരു സഹോദരന് കൈ കൊടുത്തിട്ട് നിങ്ങളത് അവനോട് മാപ്പാക്കണം, ഞാൻ മാപ്പാക്കി എന്ന് പറയുമ്പോൾ പടച്ചോന്റെ നോട്ടം ഈ ചുണ്ടിന്റെ ചലനത്തിലേക്കല്ല, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അപ്പോഴും ആ വൈരാഗ്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അപ്പോഴും ആ ദേഷ്യം നിലനിൽക്കുന്നുണ്ടെങ്കിൽ, അപ്പോഴും ആ രൂക്ഷത നിലനിൽക്കുന്നുണ്ടെങ്കിൽ പടച്ചോന് നിങ്ങളുടെ മാപ്പ് വേണ്ട. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നിങ്ങൾ മാപ്പ് വേണ്ട. അതുകൊണ്ട് മനസ്സിന്ന് ആ കച്ചറകളും ആ വേസ്റ്റുകളും മുഴുവൻ കഴുകി കളഞ്ഞിട്ട് വേണം ഹജ്ജിന് വേണ്ടി തയ്യാറാവാൻ. അതാണ് ഏറ്റവും നല്ല ജാഥ, ഏറ്റവും നല്ല പാതയമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. ഒരാളോടും ദേഷ്യമില്ലാത്ത, ഒരാളോടും വൈരാഗ്യമില്ലാത്ത. പിന്നെ എന്താണ്? നമ്മുടെ ഹൃദയം നമ്മുടെ നിയന്ത്രണത്തിലല്ല. പലപ്പോഴും ചില ആളുകളോടുള്ള വൈരാഗ്യവും ചില ആളുകളുടെ ദേഷ്യവും നമുക്ക് മാറ്റാൻ പറ്റൂല. അതിനുള്ള വഴി എന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത് എന്താണ്? അവരുടെ അസാന്നിധ്യത്തിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നതാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്, അവരുടെ അസാന്നിധ്യത്തിൽ അവരെ കുറിച്ച് നല്ലത് പറയുക മറ്റുള്ളവരോട് എന്നതാണ്. അത് നമുക്ക് മനഃപൂർവ്വം ചെയ്യാൻ പറ്റുന്ന ചില സംഗതികൾ അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിലുള്ള വെറുപ്പിനെയും അകൽച്ചയും തന്നെ മാറ്റിത്തരും ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫഇന്ന ഖൈറസ്സാദി തഖ്വ, ഏറ്റവും നല്ല പാതയം എന്ന് പറയുന്നത് തഖ്വയാണ്. തഖ്വ എന്നാൽ എന്താണെന്ന് ഖുർആൻ വിശദീകരിക്കുന്നു. 1 പിശുക്കില്ലായ്മയാണ്, 2 ക്ഷമയാണ്, 3 ജനങ്ങളോട് കാണിക്കുന്ന വിട്ടുവീഴ്ചയാണ്. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട തൽബിയത്ത്, മക്ക മുശ്രിക്കുകളും തൽബിയത്ത് ചൊല്ലിയിരുന്നു. നമ്മൾ ഒരുപാട് തവണ ഈ മിമ്പറിൽ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, കാനൽ മുശ്രികൂന യഖൂലൂൻ, മുശ്രിക്കുകൾ പറയുമായിരുന്നു, ലബ്ബൈക ലാ ശരീക ലക്, ലബ്ബൈക ലാ ശരീക ലക്, അല്ലാഹുവേ ഞാനിതാ വന്നിരിക്കുന്നു, നിനക്ക് പങ്കുകാരില്ല. ഫയഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, വൈലക്കും ഖദ്, ഖദ്, നിങ്ങൾക്ക് നാശം, അവിടെ നിങ്ങൾ നിർത്ത്, അവിടെ നിങ്ങൾ നിർത്ത്, അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ പറയരുത്. ഫയഖൂലൂൻ, പക്ഷേ ആ പ്രവാചകന്റെ സദുപദേശവും തീവ്രമായ ആഗ്രഹവും ഭേദിച്ചുകൊണ്ട് അവർ പറയുമായിരുന്നു, ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക് യഖൂലൂന ഹാദാ വഹും യതൂഫൂന ബിൽ ബൈത്ത്, അവരിങ്ങനെ പടച്ചോനെ ഏത് തരത്തിലുള്ള പങ്കുകാരില്ലാതെ ആ പങ്കുകാരെ സഹായിക്കുന്നത് നീ കൊടുത്ത കഴിവിൽ നിന്ന് മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് അവർ കഅബാലയം തവാഫ് ചെയ്യുമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന തൽബിയത്ത് എന്താണ് പ്രിയപ്പെട്ടവരെ? നമുക്ക് വ്യക്തമായി കാണാം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച തൽബിയത്ത്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ ഞാനിതാ വന്നിരിക്കുന്നു റബ്ബേ, സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് നിന്റെ ഖലീലിനാൽ നീ വിളിച്ച വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഞാനിതാ വന്നിരിക്കുന്നു. നിനക്ക് പങ്കുകാരില്ല റബ്ബേ, നിനക്ക് പങ്കുകാരില്ല രക്ഷിതാവേ. ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്, നിശ്ചയം സ്തുതികളെല്ലാം അനുഗ്രഹങ്ങളെല്ലാം രാജാധികാരങ്ങളെല്ലാം നിനക്ക് മാത്രമാണ് റബ്ബേ. ലാ ശരീക ലക, നിനക്ക് ഒരു തരത്തിലുള്ള പങ്കുകാരുമില്ല എന്ന്. അതാ പ്രിയപ്പെട്ടവരെ, തൽബിയത്തിന്റെ ധ്വനികൾ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. തൽബിയത്തിന്റെ ധ്വനികൾ മാത്രമല്ല, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഹജ്ജിന്റെ
ഹജ്ജിന്റെ വേളയിൽ പറയുകയാണ് ഇതഖുദൂ മനാസികകും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അഹുജ്ജു ബഅദ ഹജ്ജതി ഹാദാ. ഈ ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് നോക്കി പഠിക്കുക. പ്രിയപ്പെട്ടവരെ, ഹജ്ജിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനക്കങ്ങളും ഇരുത്തങ്ങളും നടത്തങ്ങളും ഓരോ കർമ്മങ്ങളും പ്രവാചകന്റെ കൂടെ ഹജ്ജ് ചെയ്ത മഹാന്മാരായ സ്വഹാബിമാർ ഒപ്പിയെടുത്തിട്ടുണ്ട്. അത് കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹജ്ജിന്റെ ഓരോ വേളയിലും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയനുസരിച്ചുള്ളതാണ്. അത് കൃത്യമായി അവിടുത്തെ സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഹജ്ജിന്റെ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, പ്രിയപ്പെട്ടവരെ, ഒരാൾ ഹറാമായ മുതൽ കൊണ്ട് ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോവാൻ, ഹറാമായ പൈസ കൊണ്ട് ഹജ്ജ് ചെയ്യാൻ വേണ്ടി പോവാൻ, അയാളുടെ വാഹനത്തിൽ കയറി മക്കയിലേക്ക് ആ വാഹനത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആകാശത്തുനിന്ന് ഒരാൾ വിളിച്ചു പറയുന്നതാണ്, വൈലക്കും നിനക്ക് നാശം, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? നിനക്കൊരു സന്തോഷ വാർത്തയില്ല, നീ ഇങ്ങനെ ലബ്ബൈക്കതിൽ ഇവിടുന്ന് കഴിയുന്നതൊക്കെ ചെയ്തിട്ട് തിരിച്ചു പോയിക്കോ. നിന്റെ പാപങ്ങൾ കാരണമുള്ള ദുഃഖവാർത്ത മാത്രമാണ് നിനക്കുള്ളത്, അതുകൊണ്ട് നിന്റെ ഹജ്ജ് സ്വീകരിക്കപ്പെടുന്നതല്ല എന്ന് കൃത്യമായി അത് പറയുന്നതാണ്. എന്നാൽ ഒരാൾ ഹലാലായ പണം കൊണ്ട് മക്കയിലേക്ക് ഹജ്ജിന് കൊണ്ട് വന്നു കഴിഞ്ഞാൽ ആകാശത്തുനിന്ന് അയാളോട് വിളിച്ചു പറയപ്പെടുന്നതാണ്, അബ്ശിറൂ, നീ സന്തോഷിക്കുക, അബ്ശിർ, നീ സന്തോഷിക്കുക, നിനക്ക് സന്തോഷ വാർത്തയുണ്ട്, നിന്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നതാണ്, നീ വന്നിരിക്കുന്നത് ഹലാലായ പണവുമായിട്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹലാലായ പൈസ ഉണ്ടെങ്കിൽ മാത്രം ഹജ്ജ് ചെയ്താൽ മതി. ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് സംശയമുള്ള പണം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റിവെക്കുക. ഹജ്ജിന് പോകുമ്പോൾ ഹലാലായ പൈസ ഉപയോഗിച്ച് മാത്രം പോവുക. എങ്കിൽ മാത്രമേ ആ ഹജ്ജ് കൊണ്ട് കാര്യമുള്ളൂ. അതല്ലെങ്കിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ ആജീക്കാന്നുള്ള വിളി കിട്ടുന്നല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ ഫലമൊന്നും ഹജ്ജിനെ കൊണ്ട് ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഹലാലായ പണം കൊണ്ട് ഹജ്ജ് ചെയ്യാൻ, ആ ഹജ്ജിന് വേണ്ടിയുള്ള കൃത്യമായ പാതയങ്ങൾ ഒരുക്കി വെക്കാൻ നമുക്ക് ഇവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين فلا عدوان إلا على الظالمين ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, മഖ്ബൂലായ മബ്റൂറായ ഹജ്ജിന്റെ പ്രതിഫലം എന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ് അതിന്റെ പ്രതിഫലം? പ്രവാചകൻ പറയുന്നു, ഉറജഅ കയൗമി വലദത്ഹു ഉമ്മുഹു. നമ്മൾ ഒരുപാട് തവണ കേട്ടതാണ്. ഒരു ഉമ്മ ഒരു കുട്ടിയെ പ്രസവിക്കുമ്പോൾ എങ്ങനെയാണോ ആ കുട്ടിയുടെ അവസ്ഥ ഉണ്ടാകുന്നത്, ആ കുട്ടിയുടെ അവസ്ഥയിലേക്ക് ആ ഹജ്ജ് ചെയ്ത മബ്റൂറായ ഹജ്ജ് ചെയ്ത മനുഷ്യൻ മാറുമെന്ന്. സുബ്ഹാനല്ലാഹ്, പ്രിയപ്പെട്ടവർ, നമ്മളിതൊരു ഒഴുക്കമട്ടിലാണ് കേട്ടത്. പക്ഷെ ഇതിനെക്കുറിച്ച് ആഴത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്ക്. ഒരു ഉമ്മ പ്രസവിച്ച കുട്ടി എന്ന് പറഞ്ഞാൽ അവനൊരാളോട് ദേഷ്യമില്ല, അവനൊരാളോട് വിരോധമില്ല, അവനൊരാളോട് വൈരാഗ്യമില്ല, അവന്റെ തിന്മയുടെ ഏടുകളിൽ ഒന്നുമില്ല. അള്ളാഹ് കൊടുത്ത ഫിത്രത്ത് അതുപോലെ അവനുണ്ട്. അള്ളാഹ് കൊടുത്ത ഫിത്രത്ത്, ടെൻഷനില്ല, പ്രയാസങ്ങളില്ല, ബുദ്ധിമുട്ടുകളില്ല, ആദികളില്ല, വ്യാധികളില്ല, വ്യസനങ്ങളില്ല, ഒന്നുമില്ല. വളരെ സമാധാനത്തോടെ ആ കുട്ടിക്കാകെ അറിയുന്നത് വിശന്നാല് കരയാൻ മാത്രമാണ്, ഇടക്കിടക്ക് ചിരിക്കാൻ മാത്രമാണ്, കണ്ണിൽ ശരിക്ക് കാഴ്ച പോലും വന്നിട്ടില്ല. ആ ഒരു ശുദ്ധതയിലേക്ക് ഒരു മനുഷ്യനെ മാറ്റുന്ന ഒരേ ഒരു കർമ്മം മാത്രമേ ഉള്ളൂ. അതേതാണ് കർമ്മം? പ്രിയപ്പെട്ടവരെ, ഹജ്ജ് എന്ന കർമ്മമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മം ചെയ്യാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഹജ്ജിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞത്, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. പുണ്യകരമായ ഒരു ഹജ്ജ് എന്ന് പറയുന്നത് അതിന്റെ പ്രതിഫലം സ്വർഗ്ഗമല്ലാതെ മറ്റൊന്നുമല്ല. ആജീക്കാന്നുള്ള വിളിയൊന്നല്ല ഹജ്ജിന്റെ പ്രതിഫലം. ചില ആളുകൾ അങ്ങനെയാണ് മനസ്സിലാക്കിച്ചത്. ഹജ്ജിന് പോയി വന്നിട്ട് ആജീന്ന് വിളിച്ചില്ലേ, ചില ആളുകൾക്ക് ഭയങ്കര പ്രയാസമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ദേഷ്യമൊക്കെ പിടിക്കും. ആജീന്ന് വിളിച്ചിട്ടില്ലല്ലോ. പ്രിയപ്പെട്ടവർ, ഇതല്ല യഥാർത്ഥത്തിൽ ഹജ്ജ് കൊണ്ട് കിട്ടുന്നത്. മബ്റൂറായ ഹജ്ജിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് എന്താണ്? ഇല്ലൽ ജന്ന, സ്വർഗ്ഗമല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. ഉന്നതമായ കർമ്മങ്ങളുടെ പട്ടികയിലാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എഴുതിയിരിക്കുന്നത്. ഏതൊക്കെ? ഈമാനും ബില്ലാഹി വറസൂലി, അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുന്നത് പോലെ, അതുപോലെ തന്നെ ജിഹാദും ഫീ സബീലില്ലാഹ്, രക്തവും ജീവനും നൽകി അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നടത്തി ഷഹീദാകുക
ഓതാവുന്നത് പോലെ ഹജ്ജുൻ മബ്റൂർ, ഈ 3 കർമ്മങ്ങളെയാണ് ഉന്നതമായ കർമ്മമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് എഴുതി പഠിപ്പിച്ചു തന്നത്. അതുപോലെ തന്നെ ഹജ്ജ് ചെയ്യുന്ന വേളയിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മസ്ജിദുൽ ഹറാമിലെയും മസ്ജിദുൽ നബവിയിലെയും നമസ്കരിക്കാനുള്ള അവസരമാണ്. ഒരു വഖ്ത് നമസ്കാരത്തിന് 1,00,000 ഇരട്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം ഓഫർ ചെയ്തിരിക്കുന്നത്. ആലോചിച്ച് നോക്ക്, നിങ്ങൾ ഒറ്റ വഖ്ത് നിസ്കരിച്ചാൽ മതി, 1,00,000 തവണ നിസ്കരിച്ചതിന്റെ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്യുന്നത്. ഒരു തവണ നിസ്കരിച്ചാൽ 1000 തവണ നിസ്കരിച്ചതിന്റെ പ്രതിഫലമാണ് ഓഫർ ചെയ്യുന്നത്. പക്ഷേ സങ്കടകരമെന്ന് പറയട്ടെ പ്രിയപ്പെട്ടവരെ, മക്കയിലും മദീനയിലുമെല്ലാം ബാങ്ക് കൊടുക്കുമ്പോൾ റൂമിലേക്ക് തിരിച്ചു പോകുന്ന ഒട്ടനവധി ആളുകളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ നമുക്ക് ഒരുപാട് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തിരിച്ചറിവും ബുദ്ധിയും നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, അറഫയുടെ ദിവസം കടൽ പോലെ ഇരമ്പി ഇങ്ങനെ നീങ്ങുന്ന ആളുകളെ നോക്കി, അടിയന്മാരെ നോക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വഇന്നഹു ലയദ്നു ثم يباهي بهم الملائكه فيقولون ما اراد هؤلاء. വല്ലാത്തൊരു വാക്കാണത്. മാ അറാദ ഹഉലാ യുബാഹി ബിഹി എന്നാണ് പറഞ്ഞത്. ഒഴുകി വരുന്ന ഈ ലക്ഷോപലക്ഷം ജനങ്ങളെ കാണിച്ചിട്ട് അല്ലാഹു തന്റെ മലക്കുകളോട് ബോസ്റ്റ് ചെയ്യുന്നതാണ്. അല്ലാഹു അഭിമാനത്തോടെ അല്ലാഹു മലക്കുകളോട് പറയുന്നതാണ്, മാ അറാദ ഹഉലാ, ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവരെന്താ? ഒരു സന്തോഷത്തിന്റെ, ഒരു ആഹ്ലാദത്തിന്റെ, ഒരു തൃപ്തിയുടെ, ഒരു വല്ലാത്തൊരു വൈകാരികതയാണ് പടച്ചോൻ അവിടെ കാണിക്കുന്നത്. ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, അറഫയുടെ ദിവസം പാപക്കറകൾ മുഴുവനും കഴുകിക്കളഞ്ഞ തന്റെ അടിയന്മാരോടുള്ള അഭിമാനബോധത്തിൽ നിന്നാണ് പടച്ചോൻ അത് ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് ചോദിക്കുന്ന ആ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഈ വർഷമോ അടുത്ത വർഷമോ അല്ലെങ്കിൽ വരും വർഷങ്ങളിലോ ഹജ്ജ് ചെയ്യാനുള്ള ആയുസ്സും ആരോഗ്യവും സാമ്പത്തിക സ്ഥിതിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ സഹോദരിമാർ അവരെല്ലാം ഹജ്ജിന് വേണ്ടി പുറപ്പെടുകയാണ് റബ്ബേ. നിന്റെ മഗ്ഫിറത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്, നിന്റെ മർഹമത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് റബ്ബേ, നിന്റെ തൃപ്തിയും നിന്റെ പ്രീതിയും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഹജ്ജിന് പുറപ്പെടുന്ന ലക്ഷക്കണക്കിന് സഹോദരി സഹോദരന്മാരുണ്ട്. അവർക്ക് നീ ആരോഗ്യം നൽകണേ റബ്ബേ. അവർക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും നീ നൽകണേ അല്ലാഹ്. ഹജ്ജ് തീരുന്നത് വരെ മനസാന്നിധ്യത്തോടുകൂടി നിന്റെ റസൂൽ എങ്ങനെയാണോ പഠിപ്പിച്ചത് ആ രീതിയിൽ ഹജ്ജ് പൂർണ്ണമായും ചെയ്യാനുള്ള തൗഫീഖ് നീ അവർക്ക് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ഭവനത്തിലെ പുണ്യകർമ്മങ്ങൾ പരമാവധി നേടിയെടുക്കാൻ അവസരം അവർക്ക് നീ കൊടുക്കുകയും ചെയ്യണേ റബ്ബേ. അല്ലാഹുമ്മ അസ്സിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനഹ വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.